വാവ്, ഇതെന്ത് മുഹമ്മദേ, അടിപൊളിയല്ലോ. എന്ത് കഥ ഇത്? ഇത് കഥ എന്ന് പറഞ്ഞെങ്കില് നമ്മൾ ഏത് നിർമ്മാണ പ്രവർത്തനം ചെയ്യുമ്പോഴേക്കും ഒരു സൗകര്യപ്രദമാവുന്ന രീതിയിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത്, അതായത് വേറെ കത്തിക്കുന്ന കിച്ചണ്, പഴയകാല കിച്ചൺ എന്ന് പറയും. അപ്പൊ ഇത് ഇവിടെ പിന്നെ വേറെ കത്തിക്കുന്ന അടുപ്പ് വരും, ഇവിടെ ബോയിലർ വരും. അതായത് ഇവിടുന്ന് വേറെ എടുത്തിട്ട് ബോയിലറിലേക്ക് പോകാൻ കൂടാ, അങ്ങനെ വേറെ കത്തിക്കുന്നുള്ള ബോയിലർ, അടുപ്പ്. ഓക്കെ, ഇത് എത്ര ഡിസ്റ്റൻസ്? എത്ര? 1 മീറ്റർ. 1 മീറ്റർ ഉണ്ട് അതിന്റെ ആവശ്യത്തിനാണ്. കണ്ടില്ലേ, 1 മീറ്റർ ആണ്. ഇത് വേറെ വെക്കാനുള്ള സാധനം, ഓൺലി വേറെ മാത്രം. അതായത് വേറിന്റെ സാധാരണ കട്ടിങ് വരല് ഇതേ രീതിക്കാണ്. അപ്പൊ ഇത് വേറെ മുകളിലോളം വെക്കാം. ഏകദേശം 1.5-2 ലോഡോളം വേറെ വെക്കാൻ പറ്റും. ഇതിന് കാണുമ്പോ ചെറുതാണ് കണ്ണിന്. അതായത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം വരുന്നത് ഇപ്പൊ പിക്കപ്പിലല്ലോ അല്ലെ, അങ്ങനെയാണ് 2 പിക്കപ്പ് വേറെ ഇതിന്റെ ഉള്ളിൽ വെക്കാം. അപ്പൊ ഇവിടുന്ന് സാധനം എടുക്കുക, ഇവിടെ കത്തിക്കുക, അടുത്തായിട്ടുള്ള സംഗതിയാണ്. പിന്നെ ഇത് നമ്മളെ ഇതാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്ഥലം. വെള്ളം പുറത്തൊന്നും പോലെ ഇവിടുന്ന് നേരെ വെള്ളം നമ്മളെ വേസ്റ്റ് കുഴിയിലേക്ക് പോകുന്ന സിസ്റ്റമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ എല്ലാ വീട്ടിലും ഏകദേശം 2 വാഷിംഗ് മെഷീൻ ഉണ്ടാവും. ഒന്ന് പുറത്ത് സാധാരണ മേറ്റ് അങ്ങനത്തെ സാധനങ്ങൾ അലക്കാനുള്ളത്. അപ്പൊ അത് ഒരു പ്രത്യേക അറിയിപ്പിലേക്ക് വേണ്ടിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഷൂ ഉണ്ടല്ലോ, നമുക്ക് കാൽക്കിടുന്ന ഷൂ, അതായത് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന ഷൂ പോലും പിന്നെ ഇപ്പൊ വാഷിംഗ് മെഷീനിൽ അലക്കുന്നുണ്ട്. നല്ല വൃത്തിയാണുണ്ട്. അപ്പൊ അത് സ്കൂൾ കുട്ടികളും കാര്യങ്ങളെല്ലാം ഉള്ള ആൾക്ക് അപ്പൊ നല്ലൊരു വൃത്തിയിലേക്ക് പോകാൻ അത് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കും, അതായത് 2ാമത്തെ വാഷിംഗ് മെഷീൻ. ഇവിടെ അലക്കുകല്ലാണ്, ലാസ്റ്റ് അലക്കുകല്ലാണ്. അപ്പൊ ഈ അലക്കുകല്ല് പിന്നെ ഇങ്ങനെ നിന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് മഴ കൊള്ളാതെ മഴക്കാലത്തും അലക്കാൻ പറ്റും. അലക്കും. ഇവിടുന്ന് അലക്കിയിട്ട് ചില ആൾക്ക് അങ്ങനെ ഉണ്ട്, വാഷിംഗ് മെഷീൻ എടുത്തിട്ട് പിന്നെ അലക്കലിൽ ഒന്ന് കുത്തലുണ്ട്. അതിന് പറ്റും. അതുകൊണ്ട് ഇത് 2 ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് ചെറിയൊരു ടെക്നോളജിയാന്ന് തന്നെ പറയാം. വേസ്റ്റ് വെള്ളം എല്ലാം ഇവിടെ ഇതാണ്. ഒന്നും ഒരു കാരണവശാലും തെങ്ങിന്റെ കുഴിയിലേക്ക് വേസ്റ്റ് വെള്ളം ഇടാൻ പാടില്ല. അതായത് കൊതുക് അത് ഇതെല്ലാം പെരുകുന്നത് അതുകൊണ്ടാണ്. നമ്മൾ വേസ്റ്റ് കുഴിയിലേക്ക് ഇടുക, എന്നിട്ട് അതിൽ നിന്ന് വെള്ള ലഭ്യത കുറവുള്ള സ്ഥലമാണെങ്കിൽ ആ കുഴിയിൽ നിന്ന് വീണ്ടും ചെറിയ മോട്ടർ വെച്ചിട്ട് തെങ്ങിലേക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഇടുക. നമ്മളതിൽ വെള്ളം കുറെ കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് തെങ്ങിലേക്ക് ഇട്ടിട്ട് അത് ഒഴിവാക്കാൻ ഒരു കാരണവശാലും പാടില്ല. ചില ചെടികളും തെങ്ങ് അത് ഇതെല്ലാം ഉണ്ടല്ലോ, വെള്ളം ഓവർ ആയാലും ചത്തുപോകുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കൊടുക്കുക. നമ്മളിപ്പോ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് കുറേ കഴിക്കാൻ പറ്റില്ലല്ലോ, ഒരു പരിധിക്ക്. അതേ രീതിയാണ് ഇതിൽ.